ബൽസുവിനെ കണ്ടില്ല. സാധാരണ ബൽസു നേരത്തെ വരാറുള്ളതാണ്. ഉഗാണ്ടയിലൊക്കെ അടിപൊളി മഴയാന്ന് പറഞ്ഞു. അതെ, അത് എഴുതി വെക്കുന്ന ഈ പഴയ സിസ്റ്റമൊക്കെയാണ് ഇപ്പോഴും നല്ലത്. നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്യുമ്പോഴേക്കൊക്കെ കാണാതെ പോകും. അത് ഫോണൊന്ന് കേടായാലും മൊത്തവും അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. പണ്ടത്തെ പോലെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ അത് പിന്നെ കളഞ്ഞു പോവാതെ ഇരിക്കും. അപ്പം അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ എവിടെയും സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ പല നമ്പേഴ്സും തേടുമ്പോൾ കിട്ടില്ല, കോണ്ടാക്ട്സ് മാറ്റുമ്പോഴേക്കും മിസ്സായി പോവും. അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചാനൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും പറ്റാതെ പോവും. പാസ്വേഡും ഒക്കെ മറന്നു പോയാൽ തീർന്നു അവസാനം. റീസെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പിറകിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റായി പോകും. ഇപ്പം മൾട്ടി ടാസ്കിങ്. ഇന്ന് എന്താണ് ഗിരിജയ്ക്ക് സ്പെഷ്യൽ നൈറ്റിന്? ചപ്പാത്തിയോ വേറെ എന്തെങ്കിലും സ്പെഷ്യലാണോ ഇന്ന്? ഓരോ ദിവസം ഓരോന്നല്ലേ സ്പെഷ്യൽ. ഇവിടെ ഇനിയും ലേറ്റായിട്ട് ഇരുട്ടുള്ളൂ എപ്പോഴും. അതും സമ്മറൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആകുന്നവർ നല്ല വെളിച്ചമായിരിക്കും. സ്പെഷ്യൽ ഇല്ല. ഇന്ന് ലൈവ് എപ്പോഴാണ്? രാത്രി 10 മണിക്കാണോ? മഞ്ഞുതുള്ളികൾ 8:30 തോന്നുന്നു. ദോശ, ചട്നി, സാമ്പാർ, ഒരു വടയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ ഈ ചൂടത്ത് എണ്ണയുടെ താഴെയൊക്കെ നിൽക്കാൻ വലിയ കഷ്ടമാണ്. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെയിൽ ID പാസ്വേഡ് എഴുതി വെച്ചത് ഓർമ്മ വന്നത്. അതെ, സത്യമാണ്. അതങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു പോയാൽ അത് റീച്ച് ഒരുപാട് ഡൗൺ ആയിപ്പോകും. പിന്നെ നമുക്ക് അത് പിക്കപ്പ് ആക്കിയെടുക്കാൻ വളരെ കഷ്ടമാണ്. കാരണം റെഗുലറായിട്ട് ടച്ച് ഉള്ളവരൊക്കെ മറന്നു പോകും. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ടോ കമൻ്റ് ഇടുകയോ, ഈവൻ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ പോലും കമൻസ് വഴിയോ ഒക്കെ കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പിന്നെയും ആൾക്കാർ മറന്നു പോകത്തില്ല. മഞ്ഞുതുള്ളികൾ 10 തിരിച്ചാണ് അല്ലേ? ഗിരിജ കൃഷ്ണകുമാറിൻ്റെ 8:30. ഇപ്പം എങ്ങനെയാണ്? നെറ്റിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നല്ലോ മഴയൊക്കെ ആയതുകൊണ്ട്. ഇപ്പോൾ ബെറ്റർ ആണോ? അപ്പോൾ ഗിരിജയ്ക്കായിരുന്നു എന്ന് തോന്നുന്നു പോയ ദിവസങ്ങളിൽ നെറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം നെറ്റ് വന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇന്നലെ അത് ഞാൻ കുറച്ച് റേഞ്ചിൻ്റെ പുറത്ത് പോയപ്പോഴേക്കും ഓർമ്മിക്കാതെ പോയി, അപ്പോഴേക്കും കട്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ജോയിൻ ചെയ്തവരൊക്കെ അതങ്ങ് പോയി കാണും. പിന്നെ അതൊന്നുകൂടെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ വെച്ച് നിർത്തിയത്. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. എന്താ മൊബൈൽ നെറ്റാണോ യൂസ് ചെയ്യുന്നത്? അതോ വേറെ വൈഫൈ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് എല്ലാവരും കണ്ടു എന്ന് തോന്നുന്നു. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം BSNLൻ്റെ കണക്ഷനാണ് അല്ലേ? ഓക്കെ. അവിടെ വലിയ തിരക്കില്ലാത്ത സ്ഥലമൊക്കെ ആകുമ്പോഴേക്കും ഇല്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാതെയും സ്ലോ അല്ലാതെയും കിട്ടും. ഒരുപാട് ക്രൗഡഡ് ഒക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഡ്രോപ്പ് ആയിക്കൊണ്ടേയിരിക്കും നെറ്റ്. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. എനിക്കും വേറെ 1-2 ചാനൽ ഇങ്ങനെ ഞാനത് ശ്രദ്ധിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പഴയ ഫ്രണ്ട്സ് അവർ വരുന്നവരൊക്കെ മറന്നു പോകും. പിന്നെ നമ്മൾ ഇടാൻ തുടങ്ങിയാലും അവരൊക്കെ ഓർത്ത് വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. നോട്ടിഫിക്കേഷൻസൊക്കെ യൂട്യൂബ് നിർത്തും. ഇനാക്റ്റീവായിട്ട് കിടക്കുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻസ് ഒന്നും പോകത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കൂടെ അങ്ങ് ആക്റ്റീവായിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും കുറച്ച് താമസിച്ചിട്ടായാലും പഴയ പോലെ ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇനാക്റ്റീവ് ആവാതെ വല്ലപ്പോഴും ഒരു ഷോർട്സ് ഇടുകയോ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. വൺസ് റീച്ച് പോയാൽ പിന്നെ അത് തിരിച്ച് കിട്ടുന്നത് വളരെ പ്രയാസമാണ്.
അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനെങ്കിലും ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക.